മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി പള്ളുരുത്തിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ 55-ാം ഡിവിഷൻ കൌൺസിലർ അശ്വതി ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന വിരുന്നിൽ പ്രത്യാശ ഭവനിലെ കുട്ടികളും കൊത്തലിംഗോ ബ്രദേഴ്സും അതിഥികളായി പങ്കുചേർന്നു. നോമ്പുകാലത്തിന്റെ വിശുദ്ധിയും പങ്കുവയ്ക്കലിന്റെ മഹത്വവും വിളിച്ചോതിയ ചടങ്ങിൽ അനീസ് ഉസ്താദ് മുഖ്യ സന്ദേശം നൽകി. കൊച്ചി നഗരസഭ 55-ാം ഡിവിഷൻ കൌൺസിലർ അശ്വതി ജോഷിയുടെ നേതൃത്വത്തിലാണ് പള്ളുരുത്തിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പള്ളുരുത്തി കൊത്തലിംഗോ ബ്രദേഴ്സ്, പ്രത്യാശ ഭവനിലെ കുട്ടികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിരുന്ന്. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏവരും മുന്നേറണമെന്ന ഉദാത്തമായ സന്ദേശമാണ് ഈ കൂട്ടായ്മയിലൂടെ പങ്കുവച്ചത്. സംഗമത്തിൽ അനീസ് ഉസ്താദ് ഇഫ്താർ സന്ദേശം നൽകി. നോമ്പുകാലത്തിന്റെ വിശുദ്ധിയും പങ്കുവയ്ക്കലിന്റെ മഹത്വവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കൌൺസിലർ അശ്വതി ജോഷി എല്ലാവർക്കും ചെറിയ പെരുന്നാൾ, ഈസ്റ്റർ, വിഷു ആശംസകൾ നേർന്നു. സൗഹാർദ്ദത്തിന്റെ ഒരു വിരുന്നാക്കി ഇനി സായാഹ്നം മാറ്റിയിരിക്കുകയാണ്. ഇനി വരുന്ന നാളുകളിൽ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. ഈ മാസം, ഇനി കടന്നു വരുന്ന മാസം എന്ന് പറയുന്നത് നമ്മുടെ നോൻപിൻ്റെ മാസമാണ്, ഈസ്റ്ററിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. മാത്രമല്ല, ഇനി വിഷുവിടെ നാളുകൾ കൂടി, കൊന്നപ്പൂകളുടെ ഉത്സവം കൂടി കടന്നു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിശ്വാസംസകളും നേർന്നുകൊണ്ട് വിഭിന്നമായ ആഘോഷങ്ങൾ ഒരുപോലെ കൊണ്ടാടുന്നത് സമൂഹത്തിൽ ഐക്യം വളർത്താൻ സഹായിക്കുമെന്ന് കൌൺസിലർ അഭിപ്രായപ്പെട്ടു. കാർഷിക ബാങ്ക് പ്രസിഡന്റ് KN സുനിൽകുമാർ, കൊത്തലങ്കോ ബ്രദേഴ്സിലെ ബ്രദർ ബിനോയ് പീറ്റർ, സിസ്റ്റർ മേരി, SNDP കടേഭാഗം ശാഖ പ്രസിഡന്റ് ശാന്താറാം തുടങ്ങിയവർ സംബന്ധിച്ചു. പരസ്പരം ഒന്നിച്ചിരിക്കാനും അറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ എന്തുകൊണ്ടും ഏറെ ശ്ലാഘനീയമാണ്. എല്ലാ മതങ്ങളും പരസ്പരം സ്നേഹിക്കുവാനും അടുക്കുവാനും പരസ്പര സാഹോദര്യം പുലർത്തുവാനുമൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത്തരമൊരു സംഗമം ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും നാട്ടുകാരും ഇഫ്താർ വിരുന്നിൽ പങ്കുചേർന്നു. നമ്മുടെ 55-ാം ഡിവിഷൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും മതസൗഹാർദ്ദം നിലനിർത്തുക എന്ന ആശയം ഉൾക്കൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.